ധീരമായ പല പ്രഖ്യാപനങ്ങൾ കൊണ്ടും ലോകശ്രദ്ധ നേടിയ രാജാവ്, ആധുനിക സൗദിയുടെ സ്ഥാപകരിലൊരാൾ. പറഞ്ഞു വരുന്നത് 1964 മുതൽ 75 വരെ സൗദി ഭരിച്ച ഫൈസൽ രാജാവിനെക്കുറിച്ചാണ്. ഫലസ്തീന് വേണ്ടി അദ്ദേഹം എടുത്ത പല നിലപാടുകളും ലോകശ്രദ്ധ പിടിച്ചുപറ്റുന്നതായിരുന്നു. മരണപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം അദ്ദേഹം അന്നെടുത്ത നിലപാടുകൾ തന്നെയാണ്. وهذا ما لا يمكن أن نقبله أو نرضى عنه ولو أجمع العرب جميعا على أن يرضوا بوجود إسرائيل وبتقسيم فلسطين فلن ندخل معهم في هذا الاتفاق. فإذا حلت الساعة ودق جرس الحرب والنضال فستروني أنا بنفسي وإخوتي وأبنائي أمامكم. 1906 ആധുനിക സൗദിയുടെ സ്ഥാപകൻ അബ്ദുൽ അസീസ് രാജാവിൻ്റെ മൂന്നാമത്തെ മകനായി റിയാദിലാണ് ഫൈസൽ രാജാവ് ജനിക്കുന്നത്. 6-ാം വയസ്സിൽ തന്നെ ഉമ്മയെ നഷ്ടപ്പെട്ട ഫൈസൽ പിന്നീട് ഉമ്മയുടെ ഉപ്പയുടെ കൂടെയാണ് ചെറുപ്പകാലം ചെലവഴിച്ചത്. അദ്ദേഹം ഫൈസലിനെ ഖുർആനും ഇസ്ലാമിക തത്വങ്ങളും പഠിപ്പിച്ചു. ചെറുപ്പത്തിലെ ഉണ്ടായ ഈ പഠനങ്ങൾ ഫൈസലിൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്നു. 1919 ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അതിഥിയായി അബ്ദുൽ അസീസ് രാജാവിനെ ക്ഷണിച്ചു. തനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് മകൻ ഫൈസലിനെയാണ് അദ്ദേഹം അയച്ചത്. അന്ന് ആദ്യമായിട്ടായിരുന്നു അറബ് രാജകുടുംബത്തിൽ നിന്നുള്ള ഒരാൾ ഇംഗ്ലണ്ട് സന്ദർശിക്കുന്നത്. അതാകട്ടെ 14 വയസ്സുകാരനായ ഫൈസലും. 1963 അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് രാജ്യത്ത് ടെലിവിഷൻ പ്രക്ഷേപണം ആരംഭിക്കുന്നത്. 1964 സഹോദരൻ സൗദിയിൽ നിന്നും അധികാരമേറ്റതോടെ വിശാലമായ അധികാരങ്ങൾ കൈവന്ന അദ്ദേഹം സ്ത്രീ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി. വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന സൗദി രാജകുമാരന്മാർക്ക് സ്വന്തം രാജ്യത്ത് തന്നെ പഠന സൗകര്യങ്ങൾ ഒരുക്കി. രാജ്യത്തിന് പ്രത്യേക ഭരണമേഖലയും സാമ്പത്തിക മേഖലയും നടപ്പിൽ വരുത്തി. രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി ചരിത്രത്തിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതിയും അദ്ദേഹം നടപ്പിലാക്കി. 1966 അടിമത്തം നിരോധിച്ചു. മക്ക, മദീന തുടങ്ങി രാജ്യത്തെ സുപ്രധാനമായ പള്ളികൾ വികസിപ്പിക്കപ്പെട്ട കാലമായിരുന്നു അത്. ഇങ്ങനെയെല്ലാമാണെങ്കിലും ഫൈസൽ രാജാവിനെ മുസ്ലിം ലോകത്തെ ഏറ്റവും പ്രിയങ്കരനായ നേതാവാക്കി മാറ്റിയത് 1973 അദ്ദേഹം പ്രഖ്യാപിച്ച എണ്ണ കയറ്റുമതി നിരോധനത്തിലൂടെയാണ്. ഫലസ്തീനെതിരായ ആക്രമണങ്ങളിൽ ഇസ്രായേലിനെ പിന്തുണച്ച രാജ്യങ്ങൾക്കുള്ള പെട്രോൾ വിതരണം അദ്ദേഹം നിർത്തി. 300 ഇരട്ടിയോളം പെട്രോൾ വില ഉയർന്നു. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ ഇന്ധനക്ഷാമം രൂക്ഷമായി. ഈ ഒരൊറ്റ നടപടിയിലൂടെ ഇസ്ലാമിക ലോകത്തെ പ്രിയപ്പെട്ട നേതാവായി ഫൈസൽ രാജാവ് മാറി. കർശനമായ ഈ നിലപാടിന് പിന്നാലെ 1974 ടൈം മാഗസിൻ മാൻ ഓഫ് ദ ഇയർ ആയിരുന്നു ഫൈസൽ രാജാവ്. ഫലസ്തീന് വേണ്ടി നിരന്തരം സംസാരിച്ച അദ്ദേഹം ഫലസ്തീനിലേക്കുള്ള ഇസ്രായേലിൻ്റെ കടന്നുകയറ്റത്തെ നിരന്തരം എതിർത്ത ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രസംഗത്തിലും അൽ-അഖ്സയുടെ മോചനത്തിനു വേണ്ടിയാണ് അദ്ദേഹം സംസാരിച്ചത്. സൗദി അറേബ്യക്ക് വികസനത്തിൻ്റെയും സമൃദ്ധിയുടെയും പുതിയ പാതകൾ തുറന്നു നൽകിയ ഫൈസൽ രാജാവ് തൻ്റെ സഹോദരപുത്രനായ ഫൈസൽ ബിൻ മുസൈദിൻ്റെ കൈകളാലാണ് വധിക്കപ്പെടുന്നത്. അമേരിക്കയിൽ പഠനം പൂർത്തിയാക്കിയ ഫൈസൽ ബിൻ മുസൈദ് ഒരു രാജസദസ്സിൽ വെച്ച് ഫൈസൽ രാജാവിനെ വെടിവെക്കുകയായിരുന്നു.